ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ദിവസത്തെ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി, കോഴിക്കറി, അതിൻ്റെ കൂടെ കട്ടൻ ചായ, ഇതൊക്കെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാമ്പങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തറവാട്ടിലൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിലൊക്കെ കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ചാമ്പങ്ങ പറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാമ്പങ്ങ പറിച്ചത് ഉമ്മച്ചി കേട്ടോ. ഉമ്മച്ചി ചാമ്പങ്ങ പറിച്ചു. അപ്പം ഞാനത് പോയി വീഡിയോ എടുത്തു. ഞാൻ ഭാരപ്പെട്ട പണി ചെയ്യുന്ന ആളാണെന്നറിയാലോ. അപ്പോൾ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അതിൽ നമ്മൾ പറിക്കാൻ നേരത്ത് നല്ല പഴുത്തത് നോക്കി പറിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു കമർപ്പില്ലാണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ചെറിയ കമർപ്പ് അതിൽ നമുക്കിപ്പോൾ ചാമ്പങ്ങയിൽ തോന്നും. അതുകൊണ്ട് പഴുത്തത് നോക്കി പറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഴുത്തത് നോക്കി നല്ലത് നോക്കി ഉമ്മ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ച് നമ്മളും കുറച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ തറവാട്ടിൽ കൊടുത്തു, പിന്നെ കുറച്ച് ആളുകൾക്കൊക്കെ കൊടുത്തു കേട്ടോ. തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ചാമ്പങ്ങയുടെ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാട്ടോ നമ്മുടെ ചാമ്പങ്ങ. ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ടായിരുന്നു, അതുപോലെ തന്നെ പയർ തോരൻ, പിന്നെ മീൻ പീര, അതായത് ഒഴുക പീര പറ്റിച്ചതാണ്. അപ്പോൾ അത് പീര പറ്റിച്ചുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടി കഴിക്കണ്ടല്ലോ എന്നുള്ളത്, എനിക്ക് മീനാണ് കൂടുതലിഷ്ടം, അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഈവനിങ് പഴംപൊരി ഉണ്ടാക്കി, പിന്നെ മുന്തിരി ജ്യൂസ് അടിച്ചായിരുന്നു, പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെയും 2-3 ചാമ്പങ്ങ തിന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസം കഴിച്ച വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.